ഹായ് കൂട്ടുകാരെ, എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നമ്മുടെ വിഷ്ണു മടങ്ങിയെത്തുമെന്ന കാത്തിരിപ്പിന് ഒടുവിൽ വിഷ്ണുവിന്റെ തിരിച്ചുവരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന സത്യത്തിലേക്ക് ശാലിനിയെ എത്തിച്ചിരിക്കുന്നു. എന്നും വിഷ്ണുവേട്ടൻ തന്റെ അരികിലേക്ക് മടങ്ങി വരുമെന്നുള്ള ആ ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിച്ച ആ പാവം പെൺകുട്ടി തകർന്നടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. രേഷ്മ തന്റെ സുഹൃത്തിനു വേണ്ടി ചെയ്ത ആ ഒരു സഹായം, അത് ശാലിനിയുടെ ജീവിതത്തിൽ ഇത്രയും നാളുകൾക്കിടയിൽ ഉണ്ടാക്കിയ വേദനയുടെ ആഘാതം, അത് ഒരിക്കലും തരണം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. വിഷ്ണു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുൻപായി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഇടിവള രേഷ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. രേഷ്മ അത് വാങ്ങിക്കാനായി മടി കാണിച്ചു നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, ഇത് ഭദ്രമായി സൂക്ഷിക്കണം. ഇതിലൂടെയാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. ഇതുകൊണ്ടാണ് എൻ്റെ പേര് പ്രശസ്തമായത് എന്ന്. അങ്ങനെ വേദനയോടെ അത് രേഷ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, തനിക്ക് ഒരാപത്തും കൂടാതെ തിരിച്ചു വരികയാണെങ്കിൽ നീ എൻ്റെ കയ്യിൽ ഇത് അണിയിച്ചു തരണമെന്നും വിഷ്ണു സങ്കടത്തോടെ രേഷ്മയോട് ആവശ്യപ്പെട്ടു. എല്ലാം കേട്ട് വിറയാർന്ന കൈകളോടെ ആ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് രേഷ്മ അത് വാങ്ങിക്കുമ്പോൾ വിഷ്ണു ഒരു കാര്യം കൂടി രേഷ്മയെ ഓർമ്മിപ്പിച്ചു. ഇനി അഥവാ ഞാൻ മടങ്ങി വന്നില്ല എങ്കിൽ, എൻ്റെ ജീവൻ അവസാനിക്കുകയാണെങ്കിൽ എൻ്റെ ചിതാഭസ്മം നീ പാപനാശിനിയിൽ ഒഴുക്കണമെന്ന്. അത് കേട്ടതോടെ രേഷ്മ ആകെ തളർന്നു പോന്നു. എങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് വിഷ്ണുവിനെ സമാധാനപ്പെടുത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലെ ആ ടേബിളിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സിൽ മുഴുവൻ ശാലിനിയെയും അച്ഛനമ്മമാരും തൻ്റെ മക്കളായ സത്യയുടെയും പപ്പയുടെ ഓർമ്മകൾ മാത്രമാണെന്നും അത് മാത്രമേ ഞാൻ ഓർക്കുകയുള്ളൂ എന്ന് രേഷ്മയോട് വിഷ്ണു പറയുകയായിരുന്നു. അതോടൊപ്പം തന്നെ വിഷ്ണു ഒരു കാര്യം കൂടി രേഷ്മ ഓർമ്മിപ്പിച്ചു. ഇനി ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വരികയാണെങ്കിൽ എന്നെ ഒരു കാര്യം നീ എനിക്ക് സാധിച്ചു തരണം. ഒരേ ഒരു കാര്യം, എനിക്ക് എൻ്റെ ശാലിനിയെ കാണണം, എൻ്റെ അച്ഛനമ്മമാരെ കാണണം, എൻ്റെ മക്കളെ കാണണം. അത് നീ എനിക്ക് സാധിച്ചു തരണമെന്ന് രേഷ്മയോട് ആവശ്യപ്പെടുമ്പോൾ അതെല്ലാം താൻ ചെയ്യാമെന്ന് ഉറപ്പ് നൽകി വിഷ്ണുവിനെ സമാധാനപ്പെടുത്തി ഓപ്പറേഷനായി പറഞ്ഞയച്ചു. എന്നാൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ടേബിളിൽ കിടക്കുന്ന വിഷ്ണുവിനെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നതിനിടയിൽ വിഷ്ണുവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. വിഷ്ണു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ശാലിനിയാണെന്ന് വിഷ്ണു അറിയിച്ചു. ശാലിനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആരെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ എന്ന് വിഷ്ണു പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വിഷ്ണുവിനോട് സംസാരിച്ചു. വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ തന്നെ സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടിയ കാര്യങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. തൻ്റെ ജീവൻ ഇനി തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന ആ ഒരു ചിന്ത പോലും വിഷ്ണുവിന് ഇല്ലാതെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മാത്രമായിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. താൻ മരിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയ വിഷ്ണുവിന് ഇനിയും ഓർത്തെടുക്കാനും ഓർമ്മിക്കാനും തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ മാത്രമായിരുന്നുവെന്നും, അതുകൊണ്ട് തന്നെ ആ നിമിഷങ്ങളെയെല്ലാം മനസ്സിൽ താലോലിച്ചുകൊണ്ടാണ് വിഷ്ണു ആ ടേബിളിൽ കിടന്നത്. മക്കളെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ഓർത്ത് വിഷ്ണു അങ്ങനെ കിടക്കുമ്പോൾ, വിഷ്ണുവിനോട് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷത്തിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും ചിന്തിച്ചുകൊണ്ട് വിഷ്ണു ഒരു ദീർഘശ്വാസം എടുത്തു. അതിനുശേഷം പിന്നീട് വിഷ്ണുവിൻ്റെ യാതൊരു ചലനമോ യാതൊരു ശബ്ദമോ ഒരു ശ്വാസമോ പോലും ഇല്ലാതാവുകയാണ്. വളരെ പ്രതീക്ഷയോടെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ കാത്തുനിന്ന രേഷ്മയ്ക്കരികിലേക്ക് ഡോക്ടർ മടങ്ങിയെത്തിയിട്ട് പറഞ്ഞു, സോറി, ഞങ്ങൾക്ക് വിഷ്ണുവിനെ രക്ഷിക്കാനായില്ല. ആ വാക്ക് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് രേഷ്മ. ഡോക്ടർ, എന്താണ് ഈ പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് അവനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർക്ക് അറിയാവോ? എന്തൊക്കെയാ ഞാൻ ചെയ്യുക? ഇത് ഞാൻ എങ്ങനെ അവൻ്റെ കുടുംബാംഗങ്ങളോട് പറയും എന്ന് ചോദിച്ച് പൊട്ടിക്കരയുന്ന വിഷമിച്ച് നിൽക്കുന്ന രേഷ്മയെ ഡോക്ടർ ആശ്വസിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു, വിഷ്ണു ഈ ലോകത്തു നിന്ന് മടങ്ങിപ്പോയപ്പോൾ മറ്റ് 5 ജീവനുകൾക്കാണ് വിഷ്ണു പ്രകാശം പകർന്നത്. മറ്റ് 5 കുടുംബാംഗങ്ങൾക്കാണ് വിഷ്ണു താങ്ങായി മാറിയത്. വിഷ്ണു ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് യാത്ര ചൊല്ലിയപ്പോൾ വിഷ്ണുവിൻ്റെ 5 അവയവങ്ങൾ ഈ ലോകത്തിൻ്റെ പല കോണുകളിലുള്ള 5 പേരുടെ ജീവന് രക്ഷയായി, 5 പേരുടെ ജീവിതങ്ങൾക്ക് വഴികാട്ടിയായി, പ്രകാശമായി. വിഷ്ണു ജീവനോടെ ഇപ്പോഴും 5 കുടുംബാംഗങ്ങളുടെ ഇടയിൽ, 5 കുടുംബക്കാർക്കിടയിൽ വിഷ്ണുവിൻ്റെ ആ പ്രസൻസ് ഇപ്പോഴും ഉണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് മടങ്ങുമ്പോൾ രേഷ്മ അതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ്. ശാലിനി അപ്പോഴേക്കും രേഷ്മയുടെ വാക്കുകൾ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ രേഷ്മ പറഞ്ഞു, പലതവണ ശാലിനി എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ സത്യങ്ങൾ തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പലപ്പോഴും ശാലിനിയുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ എല്ലാം തുറന്നു പറയാനും ഞാൻ ശ്രമിച്ചതുമാണ്. പക്ഷേ അന്ന് അവസാന നിമിഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നോടിയായി
വിഷ്ണു ആ ടേബിളിൽ കിടന്ന് എന്നോട് ആവശ്യപ്പെട്ട അവൻ്റെ അവസാന ആവശ്യം, അവൻ്റെ അവസാന ആഗ്രഹം, അത് പാലിക്കേണ്ടി വരണം എന്നുള്ള ഒറ്റ കാരണത്താൽ, അവന് ഞാൻ നൽകിയ ആ വാക്ക് പാലിക്കണമല്ലോ എന്ന കാരണത്താൽ മാത്രമാണ് ആ സത്യം ഞാൻ ശാലിനിയിൽ നിന്ന് മറച്ചു വെച്ചത്. പിന്നീട് അവൻ്റെ അവസാന ആഗ്രഹമായ അവൻ്റെ ചിതാഭസ്മം പാപനാശിനിയിൽ ഒഴുക്കണമെന്നുള്ളത്, അതിനായി ഞാൻ പുറപ്പെട്ടതായിരുന്നു. അപ്പോഴാണ് പോലീസ് ഞങ്ങളെ പിന്തുടർന്നെത്തിയത്, ഇവിടെ എത്തിച്ചത്. വിഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹം, പലരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ എങ്ങനെ നൽകുമെന്ന് വിഷ്ണുവിൻ്റെ ചിത എരിയുന്ന നിമിഷത്തിൽ ഞാൻ വിഷ്ണുവിനോട് തന്നെ ചോദിച്ചിരുന്നു. നിന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും അവകാശവും അധികാരവും ഒക്കെയാണ് നിന്റെ ഈ ഒറ്റ ആഗ്രഹം കൊണ്ട് ഇല്ലാതായിരിക്കുന്നത്. നിന്റെ മക്കൾക്ക് നിന്നെ അവസാനമായി കാണാനുള്ള, നിന്റെ ശാലിനിക്ക് അവസാനമായി കാണാനുള്ള ആ ആ ഒരു അവകാശമാണ് ഇതിലൂടെ ഇല്ലാതായത് എന്ന് പറഞ്ഞ്, ഇനി ഞാൻ എങ്ങനെ അവർക്കൊക്കെ ഉത്തരം നൽകുമെന്നും അവരുടെ ചോദ്യങ്ങൾക്കും സങ്കടങ്ങൾക്കും ഞാൻ എന്ത് മറുപടി പറയുമെന്നും, വിഷ്ണു, നീ ഈ ചെയ്ത ഒറ്റ പ്രവൃത്തി കൊണ്ട് ഞാൻ എത്രയോ പേരുടെ ചോദ്യങ്ങൾക്ക്, എത്രയോ പേരുടെ വേദനകൾക്കും ശാപങ്ങൾക്കുമാണ് നീ എന്നെ കാരണക്കാരിയാക്കിയിരിക്കുന്നത്. വിഷ്ണു, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയത്, നീ എന്നെ സ്നേഹിച്ചത്, ഒരു കൂടപ്പിറപ്പിൻ്റെ സ്നേഹം തന്ന് ഒരു കരുതൽ എനിക്ക് നൽകി നീ വീണ്ടും എൻ്റെ അരികിലേക്ക് എത്തിയത് ഇങ്ങനെ ഒരു വലിയൊരു വിധിയെ നേരിടാനായിരുന്നോ എന്ന് ചോദിച്ച്, ഇങ്ങനെ ഒരു അവസാനത്തിന് വേണ്ടിയായിരുന്നോ എന്ന് ചോദിച്ച് വേദനയോടെ വിഷ്ണുവിൻ്റെ ചിരയ്ക്ക് മുന്നിൽ നിന്ന് കരഞ്ഞ രേഷ്മയെക്കുറിച്ചും രേഷ്മ ശാലിനിയോട് പറയുമ്പോൾ, അതെല്ലാം കേട്ട് ശാലിനിയുടെ കയ്യിലേക്ക് വിഷ്ണുവിൻ്റെ ചിതാഭസ്മം നൽകാനായി രേഷ്മ അരികിലേക്ക് നടന്നെടുക്കുമ്പോഴേക്കും ശാലിനി ഇതെല്ലാം കേട്ട്, ഇതൊന്നും കേട്ട് തരണം ചെയ്യാനാകാതെ, ഇതിനെയൊക്കെ എങ്ങനെ താൻ ഇതൊക്കെ സഹിച്ചു നിൽക്കുമെന്നറിയാതെ ശാലിനി ആ നിമിഷം ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. ശാലിനി അബോധാവസ്ഥയിൽ നിലത്തേക്ക് വീണ ആ നിമിഷത്തിൽ ശാലിനിക്കരികിലേക്ക് രേഷ്മയും റസാഖും ഓടിയെത്തി. പെട്ടെന്ന് വെള്ളം വേണമെന്നും ശാലിനിയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ച് ശാലിനിയെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് ശാലിനിയോട് രേഷ്മ പറഞ്ഞു, ശാലിനി, ഇങ്ങനെ തളർന്നു പോകരുത്. അപ്പോഴേക്കും റസാഖും അരികിലേക്ക് എത്തി ശാലിനിയോട് അറിയിച്ചു, മേഡം, എല്ലാം സത്യമാണ്, പക്ഷേ മേഡം തളരരുത്, ഈ അവസരത്തിൽ മേഡം തളർന്നു പോവുകയല്ല വേണ്ടത് എന്നറിയിച്ചു. അങ്ങനെ ശാലിനിയെ സമാധാനപ്പെടുത്താൻ അവരെല്ലാവരും ശ്രമിച്ചു. വിഷ്ണുവിൻ്റെ ആ ചിതാഭസ്മം ആ ടേബിളിലിരിക്കുന്നത് കണ്ട് അത് പതിയെ ശാലിനി അത് കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് അത് ചേർത്ത് പിടിച്ച് ശാലിനി പൊട്ടിക്കരയുകയാണ്. ശാലിനിയുടെ ആ കരച്ചിൽ കണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രേഷ്മ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ശാലിനി, ഒരു പക്ഷേ വിഷ്ണു അവൻ്റെ അവസാന നിമിഷത്തിൽ ശാലിനിയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിട്ടുണ്ടാവും, ശാലിനിയെ അരികിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നെല്ലാം രേഷ്മ ശാലിനിയോട് അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും വേദനയോടെ ശാലിനി ചോദിച്ചു, രേഷ്മ, രേഷ്മ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ അവയവങ്ങൾ ഈ ലോകത്തുള്ള ഏതോ കോണിലുള്ള 5 പേർക്ക് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, 5 കുടുംബങ്ങൾക്ക് അങ്ങനെ വെളിച്ചമായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ 5 പേരെ എനിക്കൊന്ന് കാണണം, അവരാരൊക്കെയാണെന്ന് എനിക്കൊന്ന് അറിയണം. എന്തെങ്കിലും അവകാശം ഉന്നയിക്കാനോ അവരുടെ കുടുംബം തകർക്കാനോ അവകാശവാദവുമായി അവർക്ക് മുന്നിലേക്ക് ചെല്ലാനോ ഒന്നുമല്ല, ദൂരെ നിന്ന് മാറി എനിക്കൊന്ന് കാണാനായിട്ട്. എല്ലാവരെയും എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ പോലും ഒരാളെയെങ്കിലും എനിക്ക് കാണിച്ചു തരണം, എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഹൃദയം നൽകിയിരിക്കുന്ന ആളെ. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ അവയവങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞത് അത് ഏതൊക്കെ അവയവങ്ങളാണ് എന്ന് ചോദിച്ചപ്പോൾ, കണ്ണും ഹൃദയവും കിഡ്നിയും കരളുമൊക്കെയാണ് ദാനം ചെയ്തിരിക്കുന്നതെന്നുള്ള വിവരം രേഷ്മ അറിയിച്ചപ്പോഴാണ് ശാലിനി ഈ ഒരു ആഗ്രഹം രേഷ്മയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഹൃദയം കിട്ടിയ ആ വ്യക്തിയെ, ആ ഹൃദയം നൽകിയ വ്യക്തിയെ ഒന്ന് എനിക്ക് കാണണം. അവരെ അടുത്തേക്ക് ചെല്ലാനൊന്നുമല്ല, ദൂരെ നിന്ന് എനിക്കൊന്ന് കണ്ടാൽ മതി. എനിക്ക് വേണ്ടി മാത്രം ഇടിച്ചുകൊണ്ടിരുന്ന ആ ഹൃദയം ഇപ്പോഴും ഈ ലോകത്ത് ഇടിക്കുന്നുണ്ടല്ലോ എന്നറിയാനായി, ഈ ലോകത്ത് ഇപ്പോഴും ആ ഹൃദയമുണ്ടല്ലോ എന്ന ഒരാശ്വാസത്തിനായിട്ട്, അതിനുവേണ്ടി മാത്രം അയാളെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ രേഷ്മ പറഞ്ഞു, ശരി ശാലിനി, ഞാൻ കാണിച്ചു തരാം. ശാലിനിയോട് ഞാൻ ചെയ്ത ഈ ഒരു തെറ്റിന് അങ്ങനെ ഒരു പ്രായശ്ചിത്തമെങ്കിലും ഞാൻ ചെയ്യണ്ടേ? സത്യത്തിൽ ശാലിനിയുടെ ഈ ഒരു ആവശ്യത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. ഇത്രയും നാൾ ശാലിനി ഇതെല്ലാം മറച്ചു വെച്ചതിന്, ഇത്രത്തോളം ശാലിനിയെ വേദനിപ്പിച്ചതിനും, ഇത്രയേറെ ടെൻഷൻ ശാലിനിക്ക് തന്നതിനുമൊക്കെ, അതിനൊക്കെ ഒരു പ്രായശ്ചിത്തമായി ഇതെങ്കിലും ഞാൻ ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും ശാലിനിയുടെ ഈ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും. അതാരാണെങ്കിലും അവരെ ഞാൻ കണ്ടെത്തി ശാലിനിക്ക് കാണിച്ചു തരും എന്ന് രേഷ്മ ശാലിനിക്ക് വാക്ക് നൽകി. അത് കേട്ടതും ശാലിനി സമാധാനത്തോടെ ഈ ഒരു ആഗ്രഹം തനിക്ക് സാധിച്ചു തരുമെന്ന് ശാലിനിക്ക് രേഷ്മ വാക്ക് നൽകിയതിൻ്റെ ആശ്വാസത്തിൽ ശാലിനി ആ ചിതാഭസ്മവുമായി നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് സ്കൂളിലേക്ക് പോകാനായി റെഡിയായി നിൽക്കുന്ന കുട്ടികൾക്കരികിലേക്ക് ശാരദാമ്മ എത്തിയത്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം മുഴുവൻ കഴിക്കുമല്ലോ എന്ന് ചോദിച്ചു വരുന്ന ശാരദാമ്മയുടെ ചോദ്യത്തിന് സത്യ പറഞ്ഞു, ഭക്ഷണം മുഴുവൻ ഞാൻ കഴിക്കും സത്യം ശാരദാമ്മേ,
അപ്പോഴേക്കും മുടിയൊക്കെ ചീകി കൊടുത്തുകൊണ്ട് പപ്പിമോളുടെ മുടിയൊക്കെ ചീകി ഒതുക്കി കൊടുത്ത് സുന്ദരിയാക്കി പറഞ്ഞയക്കാൻ തുടങ്ങുകയായിരുന്നു സത്യാമ്മ. അപ്പോഴാണ് സത്യാമ്മ ചോദിച്ചത്, "അപ്പൊ പിന്നെ ആരാ, പപ്പിമോളാണോ ഭക്ഷണം മുഴുവൻ കഴിക്കുകയില്ലാത്തത്?" എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശാരദാമ്മ പറഞ്ഞു, "ഏയ് അങ്ങനെയൊന്നുമില്ല. ഇവർ രണ്ടുപേരുവേ ഒരു കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയില്ല. ഒരിക്കലും അവരെ ഒരാളെ കാട്ടിക്കൊടുക്കുകയുമില്ല. അങ്ങനെയാണ് അവരുടെ സ്വഭാവവും അവരുടെ രീതികളും" എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മയോട് സത്യമ്മ പറഞ്ഞു, "അങ്ങനെ വേണം. അങ്ങനെ തന്നെ ആവണം കുട്ടികളായാൽ. പക്ഷേ ഇത് നല്ലത് ചെയ്യാനായിരിക്കണം കേട്ടോ. നല്ല കാര്യങ്ങളായിരിക്കണം രണ്ടുപേരും ഒരുപോലെ ചെയ്യുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് കേട്ടോ" എന്ന് ശാരദാമ്മയും സത്യാമ്മയും കുട്ടികളെ ഉപദേശിച്ചു. എന്നിട്ട് കുട്ടികൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ശാരദാമ്മയോട് കുട്ടികൾ പപ്പി ചോദിച്ചു, "അല്ല ശാരദാമ്മേ, ഇന്ന് വൈകുന്നേരം എന്താ സ്പെഷ്യൽ കഴിക്കാനുള്ളത്?" എന്ന് ചോദിച്ചപ്പോൾ, "എൻ്റെ മക്കൾക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും തരാമെന്ന്" പറഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മയോട് പപ്പി പറഞ്ഞു, "എന്നാ ശാരദാമ്മയുടെ സ്പെഷ്യൽ അവൽ നനയിച്ച് തന്നെ ആയിക്കോട്ടെ" എന്ന് പറഞ്ഞു. ശരി, അതുണ്ടാക്കി തരാമെന്ന് ശാരദാമ്മ വാക്ക് നൽകുമ്പോൾ വിഷ്ണു അന്ന് അവസാനമായി തൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചത് ശാരദാമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഉടനെ കുട്ടികളോട് സത്യാമ്മ പറഞ്ഞു, മതി മതി, വേഗം താഴേക്ക് വാ, ഇനി നിന്നാലേ ലേറ്റ് ആകുമെന്ന്" പറഞ്ഞപ്പോൾ, "അതെ, ഇനി ലേറ്റ് ആയാലും കൃത്യസമയത്ത് തന്നെ ശിവനങ്ങൾ ഞങ്ങളെ അവിടെ എത്തിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട സത്യാമ്മേ" എന്ന് പറഞ്ഞ് കുട്ടികൾ വേഗം ബാഗും എടുത്ത് സന്തോഷത്തോടെ താഴേക്ക് ഓടി. അപ്പോഴാണ് ശിവൻ വണ്ടിയൊക്കെ കഴുകി തുടച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കുട്ടികൾ അവിടേക്ക് ഓടിയെത്തി. "റെഡിയായോ മക്കളെ?" എന്ന് ചോദിച്ചതും, "എപ്പോൾ റെഡിയായി? അങ്കിള് പോകാല്ലേ?" എന്ന് ചോദിച്ചപ്പം, "അതിനെന്താ, മക്കള് കയറിക്കോ" എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ജീപ്പിലേക്ക് കയറ്റി. കുട്ടികൾ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും ശിവൻ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും സത്യാമ്മ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, "ശിവ, ദാ ഈ ബാഗിനകത്ത് പണം തരേണ്ട ആളുകളുടെ ലിസ്റ്റും എത്രയാണ് തരേണ്ടതെന്നുള്ള ഒക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു അരവിന്ദനുണ്ട്. അവൻ 2 തവണയാണ് പലിശ മുടക്കിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അവനെ ഓർമ്മിപ്പിച്ച് മേടിച്ചോണമെന്ന്" പറഞ്ഞതും, "ശരി സത്യാമ്മേ, എല്ലാം ഞാൻ നോക്കിക്കോളാം" എന്ന് പറഞ്ഞ് വേഗം എന്നാ ശരിയെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറി. മക്കൾ രണ്ടുപേരും സന്തോഷത്തോടെ സത്യാമ്മയോട് യാത്ര പറയുമ്പോൾ ഉടനെ ശാരദാമ്മയും യാത്ര ചൊല്ലി അവിടെ നിന്ന് പോകുന്ന മക്കളെ നോക്കി വേദനയോടെ നോക്കി നിന്നു. അപ്പോഴാണ് കുട്ടികളുടെ അരികിലേക്ക് ശാലിനി ഈ സമയത്ത് സത്യാമ്മയുടെയും ശാരദാമ്മയുടെ അരികിലേക്കായി ശാലിനി വിഷ്ണുവിൻ്റെ ചിതാഭസ്മവുമായിട്ട് മടങ്ങിയെത്തുന്നത്. ശാലിനി വീട്ടിലേക്ക് എത്തിയതും സത്യാമ്മ അത് കാണാതിരിക്കാനായി മനഃപൂർവ്വം അത് കയ്യിൽ മറച്ചു പിടിച്ചുകൊണ്ട് ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സത്യാമ്മ പിന്നിൽ നിന്ന് വിളിച്ചു, മോളിത്ര രാവിലെ പോയത് സിയുടെ അടുത്തേക്കാണോ? എന്തെങ്കിലും സി പറഞ്ഞോ? വിഷ്ണു എവിടെയാണെന്ന് എന്തെങ്കിലും അറിഞ്ഞോ മോളെ?" എന്ന ചോദ്യത്തിന് ശാലിനി സത്യാമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ പിന്നിൽ നിന്ന് പറഞ്ഞു, "ചില സംശയങ്ങൾ അവർ പറഞ്ഞു സത്യാമ്മേ." അത് കേട്ടതും സത്യാമ്മ പറഞ്ഞു, "സാരയില്ല മോളെ, അവൻ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കായിരിക്കും. നമുക്ക് അവനെ കാത്തിരിക്കാമെന്നേ. അവൻ കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഇങ്ങോട്ട് വരും. അല്ലാതെ എവിടെ പോവാനാ?" എന്നിങ്ങനെ സത്യാമ്മ സമാധാനത്തോടെ വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ സത്യം അറിയാമായിരുന്ന ശാലിനി തൻ്റെ കയ്യിലിരിക്കുന്ന ചിതാഭസ്മം ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് പോയി. ഈ സമയത്ത് അവിടേക്ക് എത്തിയ ശാലിനി വേഗം റൂമിലേക്ക് പോകുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ശാരദാമ്മ എന്തായിരിക്കും പ്രശ്നം എന്നറിയാനായി, എന്താണ് സി ഐ പറഞ്ഞതെന്നറിയാനായി മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ആ ചിതാഭസ്മം വെച്ചിട്ട് ആ ഫോട്ടോയുടെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരയുന്ന ശാലിനിയാണ് അകത്തേക്ക് കയറി ചെന്ന ശാരദാമ്മ കാണാനിടയായത്. എന്തു പറ്റിയെന്ന രീതിയിൽ ശാരദാമ്മ നോക്കുമ്പോൾ ഫോട്ടോയ്ക്ക് മുന്നിൽ ആ ചിതാഭസ്മം ഇരിക്കുന്നു. അതോടെ ശാരദാമ്മ ഞെട്ടലോടെ അരികിലേക്ക് ചെന്ന് ആ ചിതാഭസ്മം കയ്യിലേക്ക് എടുത്ത് ആ ആ കുടം കയ്യിലേക്ക് പിടിച്ച് ആ മൺകുടം ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ മകനെ ജീവിച്ചിരുന്ന കാലത്ത് കുടുംബത്തിന് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറായി അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെയെല്ലാം ദൂരീകരിക്കാനായി ജീവൻ പോലും കൊടുത്ത് ഒപ്പം നിന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വേർപാടിനെക്കുറിച്ചോർത്ത് അവൻ തൻ്റെ മുന്നിൽ ഈ വെറും ഒരു ഭസ്മമായിരിക്കുന്ന ആ അവസ്ഥയെ കണ്ട് ശാരദാമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞു ഇരിക്കുന്ന മകൾക്കരികിലേക്ക് ചെന്ന് മകളെ ചേർത്ത് പിടിച്ച് ആ അമ്മയും മകളും വിഷ്ണുവിനെ കുറിച്ചോർത്ത് വിലപിക്കുന്നു.